കുട്ടികളുടെ മാറിട സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ല. അലഹബാദ് ഹൈക്കോടതി ഉത്തരവിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. കേസിൽ നാളെ വാദം കേൾക്കും. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ ഇന്നലെ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. സ്ത്രീകളുടെ മാറിട സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചയക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവായി കാണാനാകില്ല എന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്. ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചാണ് ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്രയുടെ പരാമർശം. അതേസമയം അലഹബാദ് ഹൈക്കോടതി ഉത്തരവിലെ ചില വാചകങ്ങൾ നീക്കം ചെയ്യുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദം ഉന്നയിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും ജഡ്ജി തടയുകയായിരുന്നു. കോടതിയിൽ പ്രഭാഷണം വേണ്ട എന്നായിരുന്നു ജസ്റ്റിസ് ബേല എം ത്രിവേദി പറഞ്ഞത്. തുടർന്ന് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, PB വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി തള്ളി. പിന്നാലെയാണ് സുപ്രീം കോടതി ഇന്ന് കേസെടുത്തിരിക്കുന്നത്. അതേസമയം അലഹബാദ് ഹൈക്കോടതി വിധി തെറ്റെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയും മറ്റ് വനിതാ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നത്.